നിത്യഹരിത പായൽ പോലെയുള്ള പേവറുകൾക്കിടയിലോ പാറകൾക്കിടയിലോ പാതകളിലോ നിറയെ വളർത്താൻ കഴിയുന്ന, അതോടൊപ്പം നേരിയ തോതിലുള്ള സഞ്ചാരവും ഒക്കെ സഹിക്കാൻ കഴിയുന്ന, ആകർഷകമായ രൂപവും എളുപ്പത്തിലുള്ള പരിചരണവും കാരണം പൂന്തോട്ടങ്ങളിലും ലാൻഡ്സ്കേപ്പിംഗിലും ഗ്രൗണ്ട് കവറിങ്ങിനും ഒക്കെ ജനപ്രിയമായ സഗിന സുബുലത എന്ന പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സഗിന സുബുലത, സഗിനി പീലിഫറ, പേൾ വേൾട്ട്, ഐറിഷ് മോസ്, സ്കോട്ടിഷ് മോസ് എന്നൊക്കെ പല ഭൂപ്രദേശത്തും അറിയപ്പെടുന്ന ഈ ചെടി കാർണേഷൻ കുടുംബമായ കാരിയോഫില്ലേസിയയിലെ ഒരു പൂച്ചെടിയാണ്. യൂറോപ്പ്, ഐസ്ലാൻഡ് തെക്ക് മുതൽ സ്പെയിൻ വരെയും കിഴക്ക് മുതൽ തെക്ക് സ്വീഡൻ, റൊമാനിയ വരെയും വരണ്ട മണൽ അല്ലെങ്കിൽ ചരൽ നിറഞ്ഞ മണ്ണിലാണ് ഇത് വളരുന്നത്. യൂറോപ്പിലെ മിതശീതോഷ്ണ പ്രദേശമാണ് സഗിന സുബുലതയുടെ ജന്മദേശം. ബ്രിട്ടീഷ് ദ്വീപുകളിൽ ഇത് സ്കോട്ട്ലൻഡ്, ലേക്ക് ഡിസ്ട്രിക്ട്, വെയിൽസ് എന്നിവിടങ്ങളിലും പടിഞ്ഞാറൻ അയർലൻഡിന്റെ തീരങ്ങളിലും ഇത് വ്യാപകമായി കാണപ്പെടുന്നു. വരണ്ട തീരങ്ങൾ, കടലിനോട് ചേർന്നുള്ള പുൽത്തകിടി, ചെരിവുകൾ എന്നിവിടങ്ങളിലാണ് ഇത് വ്യാപകമായി കണ്ടുവരുന്നത്. അതുപോലെ സ്കൈയിലെ ട്രോട്ടർനിഷ് പർവ്വതനിരകളിലും കൊയിനിജിയ ദ്വീപിലെ പാറക്കെട്ടുകളിലും അയർലൻഡിലെ കൗണ്ടി കറിയയിലെ ബ്രാൻഡൻ പർവ്വതത്തിൽ ഇത് 700 മീറ്റർ വരെയും പെർത്ത് ബെൻ ലോവേഴ്സിൽ അതിലും ഉയരത്തിൽ ഇത് വളരുന്നു. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഭൂപ്രദേശങ്ങളിലും ലാൻഡ്സ്കേപ്പുകളിൽ ഇത് അലങ്കാര സസ്യമായി കൃഷി ചെയ്തു വരുന്നു. ഈ ചെടിക്ക് 2 ഇനങ്ങളുണ്ട്. സഗിന സുബുലത, ഗ്ലാബ്രറ്റ ബ്രില്ലറ്റ എന്ന മറ്റൊരിനവും. രണ്ടാമത്തേത് പുൽത്തകിടി കളകളായിട്ടാണ് വളർന്നു കാണപ്പെടുന്നത്. ഇത് മെഡിറ്റേറിയൻ സ്പീഷീസായ സാഗിന പിലിഫറ എന്ന സ്പീഷീസ് ആണെന്നുള്ള ആശയക്കുഴപ്പവുമുണ്ട്. സഗിന സുബുലത സാധാരണ മോസിനോട് സാമ്യമുള്ളതാണ്. എന്നാൽ യഥാർത്ഥ പായലുകൾ കാണപ്പെടുന്ന നനഞ്ഞതും തണലുള്ളതുമായ അവസ്ഥകളേക്കാൾ ഭാഗിക തണലിലും പൂർണ്ണ സൂര്യപ്രകാശത്തിലുമാണ് ഈ പൂച്ചെടി തഴച്ചു വളരുന്നത്. പായലുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് പൂക്കുന്ന ഒരു ചെടി കൂടിയാണ്. അതോടൊപ്പം ഈ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ല ഡ്രെയിനേജും ആവശ്യമാണ്. യൂറോപ്പ് സ്വദേശിയായതിനാൽ ആകർഷകമായ രൂപവും പരിചരണത്തിന്റെ എളുപ്പവും കാരണം പൂന്തോട്ടങ്ങളിലും ലാൻഡ്സ്കേപ്പിംഗ് ഗ്രൗണ്ടുകളിലും കവറിങ്ങിനുള്ള മനോഹരമായ ഒരു സസ്യമാണിത്. ഈ ചെടി നിലത്ത് താഴ്ന്നു വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നിലത്ത് ഇടതൂർന്ന മോസ് പോലുള്ള പരവതാനി ഇത് സൃഷ്ടിക്കുന്നു. ഇതിന്റെ ചെറിയ സൂചി പോലുള്ള ഇലകൾ തിളക്കമുള്ള പച്ച നിറമുള്ളതും കാണ്ഡത്തിന് ചുറ്റും സർപ്പിൾ ആകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതുമാണ്. വസന്തത്തിന്റെ അവസാനം മുതൽ വേനൽക്കാലത്തിന്റെ ആരംഭം വരെ ഇതിൽ ചെറിയ നക്ഷത്രാകൃതിയിലുള്ള വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നു. പൂക്കൾക്ക് 4 മുതൽ 5 മില്ലിമീറ്റർ വരെ വ്യാസമുണ്ടാകും. ഇതിന്റെ 5 വെളുത്ത ദളങ്ങൾ പച്ച വിതളങ്ങൾക്ക് തുല്യമാണ്. 2 മുതൽ 4 സെന്റിമീറ്റർ നീളമുള്ള കുത്തനെയുള്ള തണ്ടുകളിൽ ഇവ ഒറ്റയ്ക്കായി വളർന്നു കാണപ്പെടുന്നു. ഇതിൽ നിന്നുണ്ടാകുന്ന വിത്തുകൾ മിനുസമാർന്നതും തവിട്ട് നിറമുള്ളതും ത്രികോണാകൃതിയിലുള്ളതുമാണ്. 0.4 മില്ലിമീറ്റർ മുതൽ 3 മില്ലിമീറ്റർ വരെ നീളമുള്ള ക്യാപ്സൂളുകളായ വിത്തുകൾ ഈ ചെടി ഉൽപ്പാദിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഇത് നിലത്തുനിന്നും 1 മുതൽ 2 ഇഞ്ച് വരെ, അതായത് 2.5 മുതൽ 5 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. ഇതിന് വിപുലമായി പടരാൻ കഴിയുന്നതുകൊണ്ട് ഇത് ഫലപ്രദമായ ഒരു ഗ്രൗണ്ട് കവർ തന്നെയാണ്. ഈ ചെടി ഭാഗിക തണലിനേക്കാൾ പൂർണ്ണ സൂര്യപ്രകാശമാണ് ഇഷ്ടപ്പെടുന്നത്. ചൂടുള്ള കാലാവസ്ഥയിൽ അതിരൂക്ഷമായ വെയിലിൽ നിന്നും സംരക്ഷണം നൽകേണ്ടതും ആവശ്യമാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണ് ഈ ചെടിക്ക് ആവശ്യമാണ്. ചെറുതായി അസിഡിറ്റി ഉള്ളതും നിഷ്പക്ഷവുമായ മണ്ണിലാണ് ഇത് നന്നായി വളരുന്നത്. അതായത് 6 മുതൽ 7 വരെയുള്ള pH ശ്രേണിയാണ് നല്ലത്. അതുപോലെ ഇത് വെക്കുന്ന മണ്ണിൽ ഓർഗാനിക് പദാർത്ഥങ്ങൾ ചേർക്കുന്നതും നല്ല ഡ്രെയിനേജ് നിലനിർത്തുന്നതും ഇതിന് നല്ലതാണ്. പതിവായി നനവ് ആവശ്യമാണ്, പ്രത്യേകിച്ച് വരണ്ട സമയങ്ങളിൽ. മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കാൻ ശ്രദ്ധിക്കുക. എന്നാലും വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടതാണ്. വളത്തിന്റെ കാര്യത്തിൽ ഈ ചെടിക്ക് പൊതുവെ ഉയർന്ന പോഷക മൂലകങ്ങൾ ആവശ്യമില്ല. എന്നാൽ ചില സമീകൃത വളങ്ങൾ നൽകുന്നത് ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. ഈ ചെടി നടുന്നതിന് മുൻപേ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൽ നന്നായി അഴുകിയ കമ്പോസ്റ്റോ ജൈവ വസ്തുക്കളോ ഉപയോഗിക്കുക. ഇത് മണ്ണിന്റെ ഘടനയും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇതല്ലെങ്കിൽ സമീകൃതവും സാവധാനത്തിലുമുള്ള രാസവളങ്ങൾ ഉപയോഗിക്കാം.
വസന്തത്തിന്റെ തുടക്കത്തിൽ പുതിയ വളർച്ച ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് സമീകൃതവും പൊതുവായതുമായ വളം പ്രയോഗിക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK ത്തിന്റെയോ അതിന്റെ സമാനമായ സമീകൃത വളമോ തിരഞ്ഞെടുക്കാം. വളപ്രയോഗത്തിന് ശേഷം ചെടി വളരുന്ന പ്രദേശം നന്നായി നനയ്ക്കുക. വളപ്രയോഗം നടത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതിന്റെ സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ പ്രധാനമാണെങ്കിലും അമിതമായ നൈട്രജൻ ഒഴിവാക്കുക. ഇത് ദുർബലമായ വളർച്ചയ്ക്കും ഇതിന്റെ രോഗപ്രതിരോധ ശേഷി കുറയാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഉയർന്ന അളവിലുള്ള നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക. ജൈവവളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പോസ്റ്റും അഴുകിയ ജൈവവസ്തുക്കളോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതുപോലുള്ള സ്ലോ റിലീസ് വളങ്ങൾ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ചെടിക്ക് ചുറ്റും ജൈവ ചവറുകൾ ഇടുന്നത് വളരെ നല്ലതാണ്. ചവറുകൾ വിഘടിക്കുന്നതിനനുസരിച്ച് ക്രമേണ പോഷകങ്ങൾ പുറത്തുവിടുന്നു. ഇതിന്റെ വളർച്ചയും രൂപവും നിരീക്ഷിക്കുക. ചെടികൾ ആരോഗ്യമുള്ളതും ഊർജ്ജസ്വലവും ഇടതൂർന്നു വളരുന്നതുമാണെങ്കിൽ അധികം വളപ്രയോഗത്തിന്റെ ആവശ്യമില്ല. ഈ സസ്യങ്ങൾ ജന്തുജീവജാലങ്ങളുടെ ഭക്ഷണ ആവശ്യത്തിനോ ചികിത്സാ ആവശ്യത്തിനോ ഉപയോഗിക്കുന്നതായി ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് പച്ചപ്പ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ വലിയ അലങ്കാര മൂല്യമുള്ള ഒരു ചെടിയാണ്. ഈ ചെടി വിത്തുകളിൽ നിന്നും വളർത്താം. പക്ഷേ ഇത് സാധാരണയായി ചുവട്ടിൽ നിന്നുള്ള വിഭജനത്തിലൂടെയോ തൈകൾ വെട്ടിയെടുത്തോ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ചെടികൾ ഇടതൂർന്നു വളരുന്നതിനാൽ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ ഇതിനെ വിഭജിച്ച് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാനായി ഡിഫറൻറ്റ് പ്രൊപഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചെടി പൊതുവെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന ചെടിയാണ്. എങ്കിലും ഈ ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. മുഞ്ഞ, സ്ലഗുകളും ഒച്ചുകളും, റൂട്ട് ചീയൽ, വിഷമഞ്ഞ്, തുരുമ്പ് എന്നിവയാണവ. ഇതിന്റെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ ആശ്രയിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.